നമ്മുടെ നേതാക്കന്മാരായ മഹിതരായ പണ്ഡിതന്മാർ ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം. ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിക്കണം. പിന്നെ ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കയറി പറയുകയല്ല വേണ്ടത്. നമുക്ക് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പരിപാടിയാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഉഖറവിയായ ആലിമീങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം അല്ലാഹു നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മുഴുവൻ കുറവുകളുണ്ട്. എന്നാൽ ആ കുറവുകൾ എല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരും മലക്കുകളല്ലല്ലോ, നമ്മളുടെ നേതാക്കന്മാരും മലക്കുകളല്ല. എന്നാൽ പോലും സച്ചരിതരായ മഹത്തുക്കളായ ആലിമീങ്ങളെ നമുക്ക് നേതൃത്വം നൽകാൻ നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലാഹു നൽകിയ ആ ഒരു സൗഭാഗ്യം കേരളീയ മുസ്ലിമീങ്ങൾക്കില്ലേ? മഹാനായ സയ്യിദുൽ ഉലമ മഹാനായ ജഫരി മുത്തുക്കോയ തങ്ങളവറുകൾ, മഹാനായ ഷെയ്ഖുൽ ജാമിഅ മഹാനായ ഷെയ്ഖുന അലിക്കുട്ടി മുസ്ലിയാർ, രണ്ട് മഹത്തുക്കൾ നേതൃത്വം കൊടുക്കുന്ന മഹാനായ ഷംസുൽ ഉലമയുടെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ സൈനുൽ ഉലമയുടെയും തലോടലേറ്റ ഈ പണ്ഡിത സഭ ഒരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്തേക്ക് പിറകോട്ട് പോകാൻ ഈ ഉമ്മത്തിലെ മെമ്പർമാർ തുനിയരുത്. ഉറച്ചു നിൽക്കണം. ആലിമീങ്ങളുടെ വാക്കുകൾക്ക് വില നൽകണം. നബി തങ്ങൾ പറഞ്ഞു, ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ കഅന്ന റഅസഹു സബീബത്തുൻ സാഫിയ. നിങ്ങളുടെ നേതാവ് ഒരു ചെറിയ തലയുള്ള വികൃതനായ ഒരു കറുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ പോലും അലൈക്കും ബിസ്സംഇ വത്വാഅ, നിങ്ങളുടെ നേതാവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ആ രീതിയിൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോ, നന്മയെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ അവനവന്റെ അഭിപ്രായങ്ങൾ പറയരുത്. റസൂലുള്ളാഹി തങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത് ഒരു നേതാവിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാം റുകൂഇലേക്ക് കുനിഞ്ഞെത്തുന്നതിന്റെ മുമ്പ് മഅ്മൂം എത്തിയാൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നത് ഒരു നേതാവിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അനുയായി ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നിവർന്ന് കഴിഞ്ഞതിന് ശേഷമേ മഅ്മൂം ഇഅ്തിദാലിലേക്ക് വരാൻ പാടുള്ളൂ. ഒരു ഇമാം സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് നെറ്റിവെച്ച് കഴിഞ്ഞിട്ടേ മഅ്മൂം നെറ്റിവെക്കാൻ പാടുള്ളൂ. എന്താണ് ഈ നിയമം? 5 നേരത്തെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് നല്ല ഡിസിപ്ലിൻ അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നല്ല അച്ചടക്കം. ഒരു ഇമാമിനെ, ഒരു നേതാവിനെ, ഒരു നേതൃസ്ഥാനത്തെ അംഗീകരിക്കുക എന്ന അച്ചടക്കം, അത് പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിതയുടെ ആളുകൾ തീർച്ചയായും ആ ഒരു രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല സംഉം ത്വഅത്തിനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ, മുത്തുനബി തങ്ങളുടെ വഫാത്ത് നടന്നപ്പോ സിദ്ദീഖ് തങ്ങളാണ് ആദ്യത്തെ ഖലീഫ. അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് സിദ്ദീഖ് തങ്ങളെ വിളിക്കാറില്ല. സിദ്ദീഖ് തങ്ങളെയല്ല ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് ഖലീഫയെ വിളിക്കപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയാണ്. സിദ്ദീഖ് തങ്ങളെ ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധി എന്നാണ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങളെ ആരും യാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ടില്ല. യാ ഖലീഫത്ത് റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫയെ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റോമിലേക്കൊരു സൈന്യം നബി തങ്ങൾ റോമൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന ത്രട്ടുകൾ, അവിടെ നിന്ന് വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ മുത്തുനബി തങ്ങൾ ഒരു സൈന്യത്തെ നിയമിച്ചിരുന്നു. ആ സൈന്യത്തിന്റെ നേതാവ് 17 വയസ്സുള്ള സ്വഹാബിയാണ് മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സുള്ള ആളാണ് 60-70 വയസ്സുള്ള സ്വഹാബികൾക്ക് നേതാവായി നിന്നത്. അവിടെയും ഒരു പാഠമുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ക്വാളിറ്റിയാണ് നോക്കുന്നത്. പ്രായമോ അല്ലെങ്കിൽ വലുപ്പമോ തറവാടോ അല്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന് പകരം നല്ല പക്വത കുറവല്ല, നല്ല പ്രായമുള്ള, ഇസ്ലാമിൽ ഒരുപാട് കാലം സർവീസുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടവിടെ, ഉസ്മാൻ തങ്ങളുണ്ടവിടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്, അംർ ഇബ്നുൽ ആസ് എന്നവരുണ്ട്, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങളുണ്ട്, ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരുണ്ട്. മഹാനായ ഒരുപാട് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ 17 വയസ്സുള്ള
ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മെഹബൂബായ സ്വഹാബി, ഹബീബിന്റെ മെഹബൂബായ സ്വഹാബിയുടെ മകൻ, അതാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമാ. ആ സ്വഹാബിയെ 17കാരനെ ഒരു സൈന്യത്തിന്റെ നേതാവായി നബി തങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് അൻസ്വാരികളിലെ മുതിർന്ന ആളുകൾക്കിടയിൽ ചെറിയൊരു കശപിശ വന്നു. എന്തേ നബി തങ്ങളുടെ കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ ഈ സൈന്യം പുറപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ അതിനവസരമുണ്ടാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. സ്വഹാബിമാരിൽ ചില ആളുകൾ, മദീനയിലെ അൻസ്വാരികളിൽപ്പെട്ട ആളുകള് മഹാനായ ഉമർ തങ്ങളോട് ചെന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ, നിങ്ങൾ സിദ്ദീഖ് എന്നവരോടൊന്ന് പറയുമോ? ആ ഉസാമത്ത് ഇബ്നു സയ്യിദ് എന്ന ചെറുപ്പക്കാരനെ, ഒരു +2 വിദ്യാർത്ഥിയുടെ പ്രായമല്ലേ ഉള്ളൂ, 17 വയസ്സ്. അവരാണ് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ സൈന്യത്തെ നയിക്കേണ്ടത്. അതും മദീനയിൽ നിന്ന് തുർക്കി വരെ പോകുന്ന റൂട്ട്, ഇറാഖും കഴിഞ്ഞു പോകണം. 30,000 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയിട്ട് ഒരു ചെറുപ്പക്കാരനായ ഉസാമ തങ്ങൾക്ക് പകരം നല്ല പ്രായമുള്ള ഒരാളെ ആ സൈന്യത്തിന്റെ നേതാവാക്കിക്കൂടെ എന്ന് ഉമർ തങ്ങളോട് അൻസ്വാരികൾ വന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന മറുപടിയുണ്ട്. ഉമർ തങ്ങൾ അന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദീങ്ങളുമായി ഇടപഴകുന്നു, അവരുമായി ഇടപെടുന്നു, അവിടെ യുദ്ധം നടക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബി തങ്ങളുടെ കാലത്ത് സകാത്ത് കൊടുത്തിരുന്ന ആളുകൾ വലൗ മനഊനി ഇഖാലൻ, സകാത്ത് കൊടുക്കുന്ന മൃഗത്തിന്റെ കഴുത്തിൽ ഒരു കയറുകൂടെ, ആ മൃഗത്തെ കെട്ടിവലിക്കാനുള്ള കയറുകൂടെ നബിന്റെ കാലത്ത് കൊടുത്ത ആളുകൾ എന്റെ ഖിലാഫത്തിൽ ആ കയറ് നൽകാതെ മൃഗം മാത്രമാണ് നൽകുന്നതെങ്കിൽ പോലും ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നൊക്കെ കടുത്ത തീരുമാനമെടുത്തപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ, അത്ര വേണോ, അത്ര വേണോ, അത്ര വേണോ? ജനങ്ങളോട് ഇച്ചിരി മയത്തിൽ പെരുമാറിക്കൂടെ സിദ്ദീഖേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. റജൗതു നുസ്റതക വജിഅതനി ബിഖുദ്ലാനിക. ഉമറേ, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ എന്നെ നാണം കെടുത്തുകയാണോ? അജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യ വഖവാറുൻ ഫിൽ ഇസ്ലാം. ഉമറേ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വലിയ വമ്പനായിരുന്നല്ലോ, ഇസ്ലാമിൽ വന്നപ്പോൾ നിങ്ങൾ ഭീരുവായി പോയോ? ഇന്നഹു ഖദ് ഇൻഖതഅൽ വഹ്യു വതമ്മദ്ദീൻ അവ യൻഖുസു വഅന ഹയ്യുൻ. ഉമറേ, വഹ്യ് നിലച്ചു കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറങ്ങിയില്ലേ? ഇസ്ലാം പൂർത്തിയായിരിക്കെ ആ ദീനിൽ കുറവ് വരാൻ അബൂബക്കർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനതിന് സമ്മതിക്കില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളെ മാറ്റണമോ വേണ്ടയോ? വല്ലാഹി, സിദ്ദീഖ് തങ്ങളുടെ മറുപടിയാണിത്, വല്ലാഹി ലൗ അലിംതു അന്ന സിബാഅ തജറു ബിരിജ്ലി ഇല്ലം ഉറദ്ദഹു മാ റദത്തു. ഞാനൊന്ന് പറയട്ടെ ഉമറേ, ഞാനൊന്ന് പറയട്ടെ, ഉസാമ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന ഈ സൈന്യം പോകാതെ ആ സൈന്യത്തെ പറഞ്ഞേക്കാതിരിക്കാനാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ സൈന്യം എന്ത് വില കൊടുത്തും ഞാൻ പറഞ്ഞേക്കും. വലാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹ്. ഇത് റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ച കൊടിയാണ് ഉസാമയുടെ കയ്യിൽ. ആ സൈന്യം പറഞ്ഞേക്കുമ്പോൾ കാട്ടുജീവികൾ, സിംഹവും കടുവയും വന്നിട്ട് സിദ്ദീഖിന്റെ കാലിൽ വന്ന് കടിച്ചു പിടിച്ചു വലിച്ചാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സാധ്യമാക്കിയ ആ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വീണ്ടും പറഞ്ഞു, സിദ്ദീഖേ, എന്റെ അഭിപ്രായമല്ല. അൻസ്വാരികൾ പറയുന്നുണ്ട്, ഉസാമത്ത് ഇബ്നു സയ്യിദ് തങ്ങളെ നബി തങ്ങൾ നിയമിച്ചു, ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ലാത്ത കാലമല്ലേ, കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളായിക്കോട്ടെ.
ഈ സൈന്യത്തിന്റെ നേതാവ് 17കാരൻ വേണോ എന്ന് ചോദിച്ചപ്പോ ഉമറേ, നിന്റെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമാകട്ടെ എന്ന് പറഞ്ഞാൽ ഉമ്മ ജീവിച്ചിരിക്കെ മകൻ മരിക്കുന്ന വേദന നിന്റെ ഉമ്മ അനുഭവിക്കട്ടെ എന്ന ഭാഷാർത്ഥം. അത് ഒരു മോശമായ അഭിപ്രായം പറയുമ്പോൾ അറബികൾ പറയുന്ന മറുപടിയാണ് നിന്റെ ഉമ്മാക്ക് നീ നഷ്ടമാവട്ടെ എന്ന്. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു നേതാവിനെ ഞാൻ മാറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹല്ലേ ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്നവരെ നേതാവാക്കിയത്. ആ നേതാവിനെ ഞാൻ മാറ്റണമെന്ന് പറയുകയോ? ഞാനത് ചെയ്യില്ല ഉമറേ, ഞാനത് ചെയ്യില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച തീരുമാനം. അപ്പോഴാണ് ഉമർ എന്നവർ കുറച്ച് കാലം കഴിഞ്ഞ് പറയുന്നുണ്ട്, ഞാനെന്നാ ചിന്തിച്ചത് ശരിയായിരുന്നില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമായിരുന്നു അന്ന് ഏറ്റവും ഉചിതമായത്. ഫമാ ഹുവ ഇല്ലാ അൻ റഅയ്തു അന്നല്ലാഹ ശറഹ സദ്റ അബീ ബക്രിൻ ലിൽ ഖിതാലി ഹത്താ അറഫ്തു അന്നഹുൽ ഹഖ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് എനിക്കെന്ന് മനസ്സിലായെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പിന്നീട് പറയുന്നുണ്ട്. ഉറച്ച തീരുമാനം. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കുക. പഠിക്കാൻ ഒരു കോഴ്സ് എടുക്കുന്ന മക്കളുണ്ട്, ബികോം തുടങ്ങും, പിന്നെ അത് എംകോം, അത് നമുക്ക് എന്ത് ചെയ്യാം, BBA ആക്കാം. ഇല്ല ഞാൻ ഹ്യൂമാനിറ്റീസിന് പോകാം, ഇല്ല ഞാനൊന്ന് എഞ്ചിനീയറിംഗ് നോക്കട്ടെ. ഇങ്ങനെ കോഴ്സുകൾ മാറി മാറി ഒന്നിട്ട് പഠിക്കൂല. വാപ്പാക്കും ഉമ്മാക്കും ചെലവ്. ഒരിടത്ത് പോയാലും ഉറച്ചു നിൽക്കാത്ത ആൾക്കാരുണ്ട്. ജോലിക്ക് ചെന്നാൽ കഷ്ടപ്പാടാണ്, ജോലി മാറണം. ഇവിടെ ചെന്നു അവിടുന്ന് കഷ്ടപ്പാട്. ദുബൈയിൽ പോയി നോക്കി, ശരി എന്നാ ഖത്തറിൽ പോവാ, എന്നാ ബഹ്റൈനിൽ പോവാ. ഗൾഫ് നാട് മൊത്തം കറങ്ങി തീർന്നവന് പണി ശരിയായിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ഇറങ്ങിയാൽ പിന്നെ പ്രേമവും അതും ഇതും ആലോചിക്കല്ലേ. നിങ്ങൾ പഠിക്കുക. ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്. കല്യാണ കാലോചന സമയമാകുമ്പോ നല്ലൊരു കുടുംബ ജീവിതം വരും. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കല്ലേ. നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും.